സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാനും ഷിൻജാനും കൂടെ സെമിയോൻ്റെ അവിടം വരെ പോവാണ് കേട്ടോ, ഒരു മിഷൻ ചെയ്യാൻ വേണ്ടി. അവനൊരു വണ്ടി അടിച്ചു മാറ്റാൻ പറയുന്നുണ്ട്. അത് നമുക്ക് അടിച്ചു മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ദുബായ് വരെ പോകണം കേട്ടോ ഗായ്സ്. ഒരു അത്യാവശ്യമാണ്. എൻ്റെ ഫ്രണ്ട് കാണണമെന്ന് പറഞ്ഞു. ഇന്നല്ല കേട്ടോ ഗായ്സ്, ഇന്ന് സ്യൂട്ട് കേസൊക്കെ പാക്ക് ചെയ്യണം. അവൻ്റെ ഓഫീസുണ്ട്. സ്യൂട്ട് കേസ് പാക്ക് ചെയ്ത് നാളെ പോകണം ദുബായിലോട്ട്. എടാ സെമിയോണ എന്താ പറ്റിയ? പെട്ടെന്ന് എനിക്ക് പാക്ക് ചെയ്യാണ്ട് ദുബായിലോട്ട് പോകാൻ. എന്താന്ന് പറയാം പെട്ടെന്ന്. നാളെയല്ലേ ഇനിയും ദുബായിൽ പോകുന്നത്. ഒരു കാര്യമുണ്ട്. എടാ, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ അവിടെ BMW എന്തുവാ ഡയമണ്ടിൻ്റെ ലിമോയിസിനുണ്ട്. അത് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ? പിന്നെ രണ്ടാമത്തെ ഒരു കാറുമുണ്ട്, BMW i8. അത് നമ്മുടെ മേസ് ബാങ്കിൻ്റെ വേണ്ടല്ലോ. എന്ത് BMW-ൻ്റെ എന്തുവാ ലിമോയിസിനാ? അതേടാ, അത് സാധാ BMW-യുടെ ലിമോയിസിനല്ല, ഡയമണ്ട് ലിമോയിസിനാണ്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. 100 മില്യണെങ്കിലും കിട്ടുന്നുണ്ടാവും അത് വിറ്റാ. പിന്നെ മേസ് ബാങ്കിന് വേണ്ടതിൽ എന്തുവാ BMW i8 ഉണ്ട്. അത് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ? എടുത്തന്നാൽ നിനക്ക് ഞാൻ 60% തരാം. ഞാൻ 40 എടുക്കാം. പറ്റുമോ? എനിക്ക് ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ചെയ്ത് തന്നാൽ മതി. അല്ലെങ്കിൽ വേണ്ട, 60 വേണ്ട. നിനക്ക് 40, ഞാൻ 60 എടുക്കാം. അതാ നല്ലത്. ഈ കുഞ്ഞ് കാലിനൊക്കെ അടിച്ചു മാറ്റാൻ എന്തിനാ നിനക്ക് കാശ്? നിനക്ക് 40, ഞാൻ 60. ഓക്കെ, 40% എനിക്ക്. അല്ല 40. ഒന്ന് പോടാ, പോയി പണി നോക്ക്. നീ വേണമെങ്കിൽ വേറെ ആളെ പോയി നോക്ക്, ഞാൻ പോവാം. വാടാ ചിഞ്ചാനെ, നമുക്ക് പോവാം. 40% കൊണ്ട് വന്നേക്കുന്നവൻ. വാടാ, നമുക്ക് പോവാം. അവിടെ വേണമെങ്കിൽ എനിക്ക് 60 തന്നോ. പോടാന്ന്, നീ വേണമെങ്കിൽ എടുത്താൽ മതി. എടാ, ഫ്രാങ്ക്ലിന് 40 പറ്റുള്ളൂ കൂടാ. ഞാൻ 60 എടുക്കും, അത്യാവശ്യമാണ്. എന്നാൽ നീ വേറെ ആളെ നോക്ക്. ഫ്രാങ്ക്ലിനെ വെയിറ്റ്. ഞാൻ നിങ്ങൾക്ക് 60% തരാം. ഞാൻ 40 എടുത്തോളാം. സാരില്ല, ഞാൻ 40 എടുത്തോളാം, നീ 60 എടുത്തോളാം. അങ്ങനെ വഴിക്ക് വാ. എടാ ഷിൻജാനായി, നീ വിളിക്കും, ഞാൻ പോയി വണ്ടിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് വരാം. അപ്പോൾ സെമിയോ നല്ല മിഷനാണ്. ദുബായ് പോക്കൊന്നും നടക്കില്ല എന്ന് തോന്നുന്നു. പോലീസ് പിടിച്ചാൽ നമുക്ക് ദുബായ് പോക്കൊന്നും നടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആദ്യം നമ്മൾ ആൾമറി നമ്മുടെ എന്തുവാ ബോഡിയിലുണ്ട്. പിന്നെ ഗൺസ് വാങ്ങണം. അത് നമ്മൾ ആമിനേഷനിലോട്ട് പോവാം കേട്ടോ. ഇവിടെ എങ്ങാണ്ട് ഒരു ആമിനേഷൻ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നല്ലേ, അപ്പോഴേക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എന്നാലേ നമുക്ക് റോഡ് ടു 500K സബ്സ്ക്രൈബേഴ്സാണ്. അല്ലെങ്കിൽ വേണ്ട, ഒരു 1K സബ്സ്ക്രൈബേഴ്സ് മതി. സബ്സ്ക്രൈബേഴ്സും വേണ്ട, ലൈക്കും മതി. അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്നറിയാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആമിനേഷൻ്റെ അവിടെ പോവാണ് കേട്ടോ. നമ്മുടെ ആമിനേഷൻ്റെ അവിടെ എത്തിയിട്ടോ ഗൈസ്. ഇവിടെയും കണ്ടാവുന്നു, ഞാൻ ഇവിടെയും കണ്ടാവുന്നു മാർക്ക് ചെയ്ത് ഇപ്പം കാണാനില്ല. അതെ, അവിടെ അതെ അങ്ങറ്റം കണ്ടില്ലേ, അതാണ് നമ്മുടെ ആമിനേഷൻ. അവിടെ നിന്ന് വളച്ചിട്ട് നേരെ പോവാം. 1 കിലോമീറ്റർ ഉണ്ട്, അത്രേ ഉള്ളൂ. ഇങ്ങനെ. അപ്പോൾ ഗൈസ്, നമ്മൾ മറിച്ചും തിരിഞ്ഞൊക്കെ നമ്മൾ ആമിനേഷനിലെത്തി. നമുക്ക് 2 ഗൺസ് മതി. ഒരു സ്നൈപ്പറും ഒരു റൈഫിളും മതി. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മുടെ അറിയാവുന്ന ചേട്ടനാണ്, അതുകൊണ്ട് സിമ്പിളാണ്. നമുക്ക് പിസ്റ്റൽ വേണ്ട, നേരെ AK-47 വാങ്ങിക്കാം. ഇത് വാങ്ങിക്കാം, AK-47 വാങ്ങിക്കാം. ഇനി നമുക്ക് വാങ്ങിക്കേണ്ടത് ഹെവി സ്നൈപ്പർ വാങ്ങിച്ചാലാ, അത് വാങ്ങിക്കാം. ഹെവി സ്നൈപ്പറും നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ മതി. മെഷീൻ ഗണ്ണൊന്നും വേണ്ട. ആർമറി എൻ്റെ ബോഡിയിലുണ്ട്, ഇനി വാങ്ങിക്കണ്ട. നമുക്ക് നേരെ ഇനി നമ്മുടെ പ്രസിഡൻ്റ് അവിടെയോട്ട് പറപ്പിച്ചു വിടാം. ബൈക്കിലാണോ കാറിനാണോ? ബൈക്കിൽ പോയേക്കാം തൽക്കാലം. ഇനി കാറെടുത്ത് പോകാൻ ഭയങ്കര പാടാം വീട്ടിൽ വരെ. അപ്പോൾ നമ്മൾ പോവാണ്. അവിടെ ഫുൾ പോലീസിൻ്റെ ഗാർഡായിരിക്കും, സെക്യൂരിറ്റി അല്ല, പോലീസ് ഗാർഡ്. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂറോ 20 മിനിറ്റ് കഴിഞ്ഞ് അങ്ങനെ പ്രസിഡൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം.
ഓ അവിടെ പോലീസ് ഗാർഡ്സ് ആണ് കേട്ടോ ഇരുന്നേക്കുന്നേ. കുറച്ച് ഇതൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഹീൽ സ്നൈപ്പർ അടുത്ത് കാണിച്ചു തരാം. പോലീസ് അങ്ങ് റൂഫിൽ വരെ ഉണ്ട്. അതേ കണ്ട, റൂഫിൽ വരെ. അതേ എൻ്റെ അമ്മോ, എന്തോരം നോക്കിയേ. ഇത് കുറച്ച് ടഫ് പണിയാണ് കേട്ടോ ഗൈസ്. നമുക്ക് താഴെ പോയൊക്കെ ഒന്ന് നോക്കാം. താഴെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇവരാരും ഫയർ ചെയ്യുന്നേ? അയ്യോ ഇത് തന്നെയല്ലേ ഫയർ ചെയ്യുന്നേ. അപ്പം ഗൈസ് നമുക്ക് സ്നൈപ്പറിനകത്ത് പണി തുടങ്ങാം. എന്നാ പിടിച്ചോളാ, എന്നെ വെടിവെക്കാതായ. നമ്മുടെ ആൾമതി ചെയ്യുന്ന നമ്മുടെയും പണി കഴിഞ്ഞു. ക്ഷമിക്കണോട്ടെ ഗൈസ്, നമുക്ക് കുറച്ച് കഫമൊക്കെ ഉണ്ട് തൊണ്ടയിൽ, അതുകൊണ്ട് ഒച്ചയ്ക്ക് കുറച്ച് മാറ്റങ്ങൾ വരും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മളെല്ലാത്തിനും വെടി വെച്ച് കൊല്ലുന്നുണ്ട്. ഇത് എന്തോരം ഗൈസ്, കുറച്ച് ടഫ് മെഷീനായി. ആൾമതി ചെയ്യുന്നത് നമ്മൾ മടിയായി. എന്നാലും ഞാൻ എന്തുവാ ഫൈറ്റ് എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. അവരെങ്ങനെയാണോ എന്തോ കണ്ടത്, CCTV കൂടെ ദൂരെയൊക്കെയുള്ള ഇതൊക്കെ ഇമേജസ് ഉണ്ടാവും, അതായിരിക്കും. ഇപ്പം എല്ലാവരും വെടി വെച്ചിട്ട് കഴിഞ്ഞില്ല. ആ BMW അവിടെ ഉണ്ടാവും തോന്നുന്നത്. അപ്പോൾ നമ്മൾ റൈഫിളെടുത്ത് നേരെ എങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും വെടി വയ്ക്കണ്ട്. അയ്യോ എൻ്റെ ആൾമതി തീരാതായേ. അയ്യോ ഇപ്പം തീരുവിട്ട് ഗൈസ് നമ്മുടെ ആൾമതി. നമ്മുടെ ആൾമതി എന്നാൽ ഒരു ബുള്ളറ്റ് നമ്മുടെ നെഞ്ചിലോട്ട് വീണാൽ നമ്മൾ കത്തം പോകുകയാണ്. അപ്പോൾ ആൾക്കാർ തീർന്നെന്ന് വന്നു. അയ്യോ അതായത് തീർന്നിട്ടില്ല. അത് മാത്രമല്ല 3 സ്റ്റാറുമായി ഇത്രയും പോലീസിനെ കൊന്നുകൊണ്ട്. ഈ ഹെലികോപ്റ്റർ എന്താ തന്നെ വെടിവെക്കുന്നത്? ഹെലികോപ്റ്റർ വെറുതെ ഒന്ന് ചോദിക്കാൻ നിൽക്കുക. എന്താ ഈ പൈലറ്റിനെ ആദ്യം അടിച്ചിടാം നമുക്ക്. അയ്യോ പോലീസൊന്നും പിടിക്കും. ഇന്ന് ഫ്രാങ്ക്ലിനെ പിടിക്കാൻ പറ്റിയ പോലീസൊന്നും വന്നിട്ടില്ല ഈ ലോകത്ത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എൻ്റെ മോനെ ഡയമണ്ട് BMW ലിമോസിൻ, എൻ്റെ മോനെ. അത് ഈ പൈലറ്റിനെ ഒന്ന് അടിച്ചിടട്ടെ കേട്ടോ ഗൈസ്. കുറേ നേരമായി അങ്ങനെ പൈലറ്റിനെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പൈലറ്റിനെ അടിച്ചിട്ട് ഈ പൈലറ്റ് ഹെലികോപ്റ്റർ ക്രാഷ് ആയിട്ട് നമുക്ക് പോവാം. 3, 2, 1 ലെറ്റ്സ് ഗോ. അയ്യോ പോലീസ് എത്തിയേ. അപ്പോൾ നമുക്ക് നേരെ ഡയമണ്ട് ലിമോയ്സ് എടുക്കാം. ഇത് ലോക്കൊന്നും അല്ല, ഇവിടെ ബോഡി ഗാർഡ്സും വെച്ചിട്ടില്ല. എൻ്റെ മോനെ ഇത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസും ഇതൊക്കെയാണ് കേട്ടോ. നമുക്കപ്പോൾ നേരെ പോലീസിനൊക്കെ ഇടിച്ചിട്ടിട്ട് പോവാം കേട്ടോ. വാണ്ടഡ് ലെവലിൽ നമുക്ക് വിഷയമല്ല, ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് പ്രസിഡൻ്റ് ഒക്കെ അല്ലേ, ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കും. അപ്പോൾ നേരെ നമുക്ക് സെമിയോണിൻ്റെ അവിടെ പതിപ്പിച്ചു വിടാം. അപ്പോൾ നമ്മൾ സെമിയോണിൻ്റെ അവിടെ എത്തുന്നേക്കാൾ മുമ്പ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കൊരു ഡാമേജ് പോലും പറ്റില്ല കേട്ടോ കാറിൽ, അത്രയ്ക്കും പവർഫുൾ കാറാണ്. അപ്പോൾ നമ്മൾ ഈ മലയിൽ കൂടെ ഒക്കെ കയറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാണ്ടഡ് ലെവൽ പോയി മലയിൽ കയറിയിട്ട് ഇനി നമുക്ക് സെമിയോണിൻ്റെ അവിടെ പോകണം. ഇത് ഏതാ വഴി ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത്, പക്ഷേ മറന്നു ഈ വഴി. എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഈ വഴി കൂടെ. ലെഫ്റ്റ് വേണ്ട, ലെഫ്റ്റ് എനിക്ക് അറിയാത്ത. ഇത് മറ്റേ സ്ഥലമല്ലേ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ. ഇവിടുന്ന് റൈറ്റ് എടുത്താൽ സെമിയോണ്ട് അവിടെ. അപ്പോൾ നമുക്ക് സെമിയോണ്ട് അവിടേക്ക് പറപ്പിച്ചു വിടാം. എൻ്റെ മോനെ കിടുക്കാച്ച് അത് നല്ല പവളപ്പൊക്കെ സ്മൂത്തായി പോകണ്ട കേട്ടോ. നമുക്ക് 60 ഒരു 70 വേണമെന്നു ഇത്രയും വെടിയൊക്കെ കൊണ്ടതിന്. നമുക്കപ്പോൾ ഇത് നേരെ ഇവിടെ വയ്ക്കാം. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. സെമിയോ ഇത് എടുത്തോളും, പിന്നെ നമുക്ക് തോക്കെടുത്ത് മാറ്റാം. അയ്യോ എൻ്റെ കൈയൊക്കെ പോയി. ഇനി ആ മേസ് ബാങ്കിൻ്റെ വണ്ടിയിൽ ഏതവനാണ് മേസ് ബാങ്കിൻ്റെ വണ്ടിയിലൊക്കെ എന്തുവാ BMW പാർക്ക് ചെയ്യുക? ഏത് പൊട്ടനാണ് അവിടെ പോയി പാർക്ക് ചെയ്യുക? നമുക്കിപ്പം ആ കളത്ത ആളൊക്കെ അതെടുക്കാം അല്ലേ, നമുക്ക് എടുക്കാട്ടോ വയസ്സ്. അപ്പോൾ നമ്മൾ കളത്ത ആളെടുത്ത് നേരെ നമ്മുടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ എടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. ആകെ ഒരു വഴിയുള്ളൂ, ഹെലികോപ്റ്റർ എടുത്ത് നേരെ അങ്ങ് പോവാം. നമുക്കൊരറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹെലികോപ്റ്റർ ഷോപ്പ് ഉണ്ട് അവിടെ. നമുക്ക് അവിടെ പോയി ഒരു ദിവസത്തേക്ക് തരുമെന്ന് ചോദിക്കാം. ചിലപ്പോൾ അവനുണ്ടാവില്ല, ഞാൻ അവനെ ഫോൺ വിളിച്ച് ചോദിക്കട്ടെ കേട്ടോ വയസ്സ്. അവൻ വേണ്ട, ഫോണൊന്നും വിളിക്കണ്ട, അവനെൻ്റെ ചങ്കാണ്, അതുകൊണ്ട് എനിക്ക് തരും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ
പളപ്പിച്ച് വിടാം കേട്ടോ. നമുക്ക് നേരെ പളപ്പിച്ച് വിട്ടിട്ട് ഹെലികോപ്റ്റർ എടുക്കാം. സാധാ ഹെലികോപ്റ്റർ എങ്ങനെ എടുക്കാം? മാഗ്നറ്റിൻ്റെ ഹെലികോപ്റ്റർ എങ്ങനെ ഉണ്ടാവും? ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ വന്ന സ്ഥലം. ഫോൾസയിലാ. ഓ അതാണ് നമ്മുടെ സുഹൃത്ത്. എടാ ഞാൻ ഈ വണ്ടി എടുത്തോട്ടെ. ആളോ നീ എടുത്തോ. എൻ്റെ മോനെ മാഗ്നറ്റൊക്കെ ഉണ്ട്. എൻ്റെ മോനെ ആദ്യം AK-47 ഒന്ന് മാറ്റട്ടെ കയ്യിൽ നിന്ന്. നമുക്കിതൊന്ന് ആദ്യം ഓൺ ചെയ്യാം. അയ്യോ നമ്മൾ ഹെലികോപ്റ്റർ ഓൺ ചെയ്യാറുണ്ട്. നമുക്കിനി എടുക്കട്ടെ പൈസ ഇവിടെ നിന്ന്. നമുക്ക് ബൂസ്റ്റർ ഉണ്ടാവും ഇതിനകത്ത്. ബൂസ്റ്റർ ഇട്ടങ്ങ് അവിടേക്ക് പോവാട്ടോ. ബേസ് ബാങ്കിൻ്റെ അവിടെ പാർക്ക്. നമ്മുടെ ബേസ് ബാങ്ക് ഇവിടെയും തൊട്ടപ്പുറത്താണ്. ഹെലികോപ്റ്റർ നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ബേസ് ബാങ്കിൻ്റെ അവിടെ എത്തി. കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. ഇത് കയ്യിൽ നിൽക്കാനുള്ള സാധനം. ആ ചുമപ്പുള്ള കാറുണ്ട്, അതാണ് നമ്മുടെ BMW i8. നല്ല അടിപൊളി കാറാണ് BMW ഒക്കെ. ഇപ്പം നമുക്ക് BMW മാഗ്നറ്റിൻ്റെ ആദ്യം ഇത് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലല്ലോ. ഹെലിപാഡിൻ്റെ അവിടെ തന്നെ വെച്ചേക്കാണ്. നമുക്കതിൻ്റെ അടിയിലോട്ട് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് മിസ് പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. പിടിച്ചേനെ. അപ്പോൾ വയസ്സ് നമ്മൾ പാർക്ക് ചെയ്തു കേട്ടോ വയസ്സ്. ഇനി നമുക്ക് മാഗ്നറ്റ് ഓൺ ചെയ്യാം. ഏതാ ബട്ടൺ? ഇതല്ലേ ബട്ടൺ? ഞെക്കിട്ടോ വയസ്സ്. മാഗ്നറ്റ് ഓൺ ചെയ്യുന്നത് തോന്നുന്ന ഒന്നുകൂടെ ഞെക്കിയൊക്കെ. ഇപ്പോഴാണ് കേട്ടോ ഗൈസ് 2 പ്രാവശ്യം ഞെക്കിയിട്ടാണ് കേട്ടോ ഓണായേ. അതുകൊണ്ട് നമുക്ക് നേരെ ഏതെങ്കിലും സ്ഥലത്ത് പോയി വണ്ടി ഓടിച്ചു പോവാം. നമുക്ക് റോട്ടിൽ പാർക്ക് ചെയ്യാം. ആരെങ്കിലും എടുത്തുകൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ അവനെ വിളിച്ച് നമുക്ക് പറയാം. അപ്പം അവൻ എടുക്കും. ഈ റോട്ടിൽ വെച്ചാൽ മതി എന്ന് അവൻ്റെ അടുത്ത് പറയാം. റോട്ടിലും കാണും വയ്ക്കാം. അവൻ്റെ അടുത്ത് വിളിച്ചും പറയും. ഇവിടെ ആണെങ്കിൽ അധികം വണ്ടി വരില്ല. നമുക്ക് സൈഡിൽ നമുക്കിവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഹെലികോപ്റ്റർ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ BMW i8. ഹെലികോപ്റ്റർ തിരിച്ച സ്ഥലത്ത് കൊണ്ടുപോകേണ്ടി വന്നു കേട്ടോ. അതാണ് കുറച്ച് വൈകിപ്പോയത്. അപ്പോൾ ഗൈസ് ഈ BMW ആരെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എടാ സെമിയോണെ കാശാടാ. എടാ നിനക്ക് 70% വേണോ? നീ ഇത്രയും ഹാർഡൊക്കെ ചെയ്ത് ഭയങ്കര പാടൊക്കെ പെട്ട് ചെയ്തതല്ലേ. എന്തായാലും നിങ്ങൾക്ക് 70% തരാം. എടാ ഞാൻ നിനക്ക് നീ ദുബായി പോവില്ല. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ വിറ്റിട്ട് തന്നാൽ മതിയോ? ആടാ ശരി. നമുക്ക് അവൻ വിറ്റാതെ അവന് ഇത് കാശ് കിട്ടില്ല. അതുകൊണ്ട് അവന് വിറ്റിട്ട് നമ്മളിനി എങ്ങനെയാണോ ഷിൻജാനെ പോവാം. ഫ്രാങ്ക്ലിനാണ് വണ്ടി അടിച്ചു പറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷിൻജ ഇതുവരെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഗൈസ് ഷിൻജാനെ വാ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടാൻ